فروعها من بديع الحق باللقم مثل الغمامات نسار طائرة تقيه حر بطيء للهادي في حمي أقسمت رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. ओ के जूदो करम है शहे बतहा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. सबसे आला व औला हमारा नबी दोनों आलम के दूल्हा हमारा नबी. अस्सलातु वस्सलामु अलैका या सय्यदी या रसूल अल्लाह. खुद बियदी قلت حيلتي وأنت وسيلتي يا حبيب الله. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം പറയുന്നതിനും അറിയുന്നതിനും വേണ്ടി ആത്മീയ വിജ്ഞാനത്തിൻ്റെ നിറസാന്നിധ്യങ്ങളായ മഹാന്മാരായ ഉസ്താദുമാരുടെ സന്നിധാനത്തിൽ അതും വൈജ്ഞാനികതയുടെ കേന്ദ്രമായ നമ്മുടെ മർക്കസിൻ്റെ മണിമുറ്റത്ത് സാദാത്തുക്കളുടെ ആശീർവാദത്തോടെ, ഉസ്താദുമാരുടെ പ്രാർത്ഥനയോടെ അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം ഈ സദസ്സ്, സ്ഥാപനം, പ്രവർത്തനങ്ങൾ, സാരഥികൾ, പ്രവർത്തകർ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ ധാർമ്മികമായി ആലോചിക്കുമ്പോൾ ഒരുപാട് അപകട സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മഹിതമായ മൂല്യങ്ങളും ആത്മീയമായ വിചാരങ്ങളും ആധ്യാത്മികമായ സ്വാധീനങ്ങളുമെല്ലാം നഷ്ടപ്പെടുകയും പൈശാചികമായ ദുർബോധനത്തിന് വിധേയരായി ഒരുപാട് ആളുകൾ അരുതായ്മയിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന സാഹചര്യമാണിത്. സത്യത്തിനും നീതിക്കുമൊന്നും വില കൽപ്പിക്കാതെ താഴേക്കിട മുതൽ അന്താരാഷ്ട്രതലം വരെ അന്യായങ്ങളുടെയും അവിഹിതങ്ങളുടെയും അതിക്രമങ്ങളുടെയും ദുർനടപടികളുടെയും സാന്നിധ്യം രേഖപ്പെടുത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത്. മാനുഷികമായ മൂല്യങ്ങൾ തമസ്കരിക്കപ്പെടുകയും നൈതികമായ വിചാരങ്ങൾ നഷ്ടമാവുകയും മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ആത്മീയ വിചാരം നടത്തുന്ന ആളുകളുടെയും സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. വിശാലമായ ഒരു ആമുഖത്തിന്റെ ആവശ്യം ഈ സദസ്സിനില്ല. പഴയ തെറ്റുകൾ പുതിയ ഭാവങ്ങളോടെ ആവർത്തിപ്പിക്കപ്പെടുമ്പോൾ പഴയ പരിഹാരം പുതിയ ഭാവത്തോടെ അവതരിപ്പിക്കപ്പെടുകയാണ് വേണ്ടത് എന്നതാണ് പരിഹാരം. ലോകം മുഴുവനും ഇരുളിന്റെ തമസ്സിന്റെ അരുതായ്മയുടെ ആഴിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ കാരുണ്യത്തിന്റെ മഹനീയമായ വഴിയിലൂടെ മാനവികതയെ മുഴുവനും മാടിവിളിച്ച് മലർവനിക്ക് സമാനമായ മഹിതമായ മൂല്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പ്രപഞ്ചാധികാരിയായ സർവാധിനാഥൻ അടയാളപ്പെടുത്തിയ നിയോഗിച്ചയച്ച പുണ്യങ്ങളും പവിത്രതകളും മാത്രം നിറഞ്ഞ പരിഹാരത്തിന്റെ പരവതാനിയിലേക്കുള്ള സ്വാഗതം മാത്രമാണ് പ്രിയരെ ഈ സദസ്സിൽ നിന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ മുഴുവനും അതിജയിക്കുവാൻ, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിന്റെ അരുതായ്മകളെ മുഴുവനും വിഭാടനം ചെയ്യുവാൻ പ്രപഞ്ചാധികാരിയായ ജല്ല ജലാലുഹു ഏത് പരിഹാരമാണോ നൽകിയത് ആ പരിഹാരത്തിന്റെ തീരത്തേക്ക് കൂടുതൽ ശ്രദ്ധയോടെ അടുക്കേണ്ട സമയമാണിത്. ആ പരിഹാരം മറ്റൊന്നുമല്ല, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ലോകം മുഴുവനും അരുതായ്മയുടെ കൂപ്പുകുത്തലിലേക്ക് കൂടുതൽ ആർജവത്തോടെ വീണുകൊണ്ടിരുന്നപ്പോൾ അവരെ മുഴുവനും ശരിയുടെ വഴിയിലേക്ക് മാടി വിളിച്ചു കൊണ്ടുവരാൻ പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യത്തിന്റെ പ്രകർഷ്ടമായ ദാനമായി പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തരായി. വേറെവിടെ നിന്നുമല്ല, നിങ്ങളിൽ നിന്ന് നിയുക്തരായി നിങ്ങളിലേക്ക്, നിങ്ങളിൽ ഏറ്റവും അംഫസായ ഏറ്റവും ഉത്തമരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആധുനിക ലോകത്തിന്റെ അഴിമതിയുടെയും അരുതായ്മയുടെയും ആഴിയിൽ നിന്ന് പരിഹാരത്തിന്റെ പറുദീസയിലേക്ക് പ്രായേണ കൂട്ടിക്കൊണ്ടുപോകാൻ പരിഹാരമായി മാനവികതയോട് പറയാനുള്ള ഏകമായ മറുപടി പുണ്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ കവാടത്തിലേക്ക് ലോകം കടന്നു വരിക. ഈ വിഷയം ആധികാരികമായി പറയാൻ അർഹനല്ല ഞാൻ. പക്ഷേ നിയോഗം കൊണ്ട് അല്പം ചില വാചകങ്ങൾ ലളിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആധികാരികമായി സംവദിക്കുവാൻ യോഗ്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവ
അവസരോചിതമായി നമുക്ക് വിഷയങ്ങൾ തരാറുണ്ട്. ഇവിടെ ചില ചെറിയ കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രോജ്വലമായി പരിഗണിക്കപ്പെടുന്ന ഒരേ ഒരു പ്രമേയം, ഏതു സദസ്സിനും ഏതു സമയത്തും എപ്പോഴും കൂടുതൽ മാറ്റോടെ മാത്രം ഹൃദയങ്ങൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രമേയം തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് മാലോകരുടെ മുഴുവനും സമസ്യകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമോ, അത് മദീനയിലെ രാജാവിന്റെ കവാടത്തിൽ മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മുഴുവനും ഉത്തമരായ ഔലിയാക്കൾ, അവരിൽ നിന്ന് അത്യുത്തമരായ പ്രവാചകന്മാർ, അവരിലും അതിശ്രേഷ്ഠരായ മുർസലീങ്ങൾ, അതിലും തെരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം. ഇന്ന് നമ്മുടെ സമൂഹം പൊതുവായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും എണ്ണിപ്പറയേണ്ട ആവശ്യം ഇവിടെയില്ല. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം രണ്ടു വിധത്തിൽ ലോകത്തോട് സംവദിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിദായത്തിന്റെ സംവാദം. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ഇടപെടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ഇടപെടൽ ലോകമാകമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ ഓ പ്രവാചക പ്രഭോ അവിടുത്തെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ സത്യവിശ്വാസിയും സത്യനിഷേധിയും ചരാചരങ്ങളാകമാനം ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളും പുണ്യപൂമാൻ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ കാരുണ്യത്തിന്റെ പ്രപഞ്ചത്തിലെ ശകലങ്ങളെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ്. എല്ലാവരും അനുഭവിക്കുന്നത് ഹബീബിന്റെ കാരുണ്യത്തിന്റെ ചിറകിന്റെ കീഴിലെ മഹനീയമായ തലങ്ങളെയാണ്. അതുകൊണ്ട് സുബ്ഹ മീലാദേ നബി ഹേ ക്യാ സഹാറാ നൂർ ഹേ ആ ഗയാ ഓ നൂർ വാലാ ജിസ്കാ സാരാ നൂർ ഹേ ആँख വാലോ ആവോ ദേഖോ മാഹ ത്വയ്ബാ കീ സിയാ. ലോകമാകമാനം തമസ്സിൽ കിടന്ന് യാതൊരു ഗത്യന്തരവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോ പരിഹാരത്തിന്റെ പരവതാനി വിരിച്ച് ലോകത്തെ മുഴുവനും പറുദീസയിലേക്ക് മാടി വിളിക്കുവാനുള്ള ഏറ്റവും അതുല്യമായ പ്രതീകമാണ്, പ്രതിച്ഛായയാണ്, അല്ല എല്ലാമാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ലഭിക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല. എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹബീബിന്റെ കാരുണ്യം. സത്യനിഷേധിയുടെ മുമ്പിലും ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അനുഭവിക്കുകയാണ്. അല്ലാഹു എന്തിന്റെയൊക്കെ ഉടമസ്ഥനാണോ അതിന് മുഴുവനും കരുണയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ അല്ലാഹു എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ആ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹൈന്ദവനായി ആദ്യം ജീവിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച് അവസാന നിമിഷം ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ച് മരിച്ചുപോയ കൗസർ അലി കൗസരി എന്ന പേരിൽ അറിയപ്പെട്ട ദില്ലൂറാം കൗസരി എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന ഡൽഹിയിലെ ഹൈന്ദവ കവി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചു പറഞ്ഞു. ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പ്രവാചകനെ ഇത്രയും
ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, മേ ഹിന്ദു ഭീ ത്വലബ്ഗാറെ മുഹമ്മദ് ഭീ ഹേ, ഞാൻ ഹൈന്ദവനാണ്, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന അവിടുത്തെയുടെ സാമീപ്യം ആശിക്കുന്നയാളാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ കെ ഹശ്ർ മേ മാനാ ഖുലേ, റഹ്മത്തുല്ലിൽ ആലമീൻ എന്നാണ് പുണ്യപ്രവാചകരുടെ മഹനീയമായ പദവി. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അതിന്റെ ശാദ്വലമായ അനുഭവത്തെ ഞാൻ ഏറ്റെടുക്കുമെന്ന് ദില്ലൂറാം കൗസരി എന്ന ഹൈന്ദവനായ കവി ഡൽഹിയിൽ നിന്ന് കവിത എഴുതി ലോകത്തോട് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം